പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ശ്രീ MMS അവരുടെ മുഹമ്മദിൻ്റെ 2 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്ത ആദരണീയനായ ഡോക്ടർ MA സാദുള്ള പുസ്തകം ഏറ്റുവാങ്ങിയ ഇവിടെ പ്രസാധന രംഗത്ത് തമ്പാൻ ഒരു വളരെ വിസ്മയമാണ്. DC കിഴക്കേ മുറിക്ക് ശേഷം മലയാള പ്രസാധന രംഗത്ത് കുലപതിയായി ഇപ്പോൾ എത്ര പുസ്തകങ്ങൾ അതല്ല 4000 പുസ്തകങ്ങൾ. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ 26 പുസ്തകം അദ്ദേഹത്തിൻ്റേത് ആയിട്ടുള്ള ശ്രീ തമ്പാൻ അത് ഏറ്റുവാങ്ങി. ശ്രീ EM നജീബ്, ശ്രീ നയനാർ മുഹമ്മദ് എന്ന് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ സക്കീർ ഹുസൈൻ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, സ്നേഹതീരം എന്ന പേര് തന്നെ വാസ്തവത്തിൽ തിരഞ്ഞെടുത്തപ്പോൾ ഞാൻ നജീബിനോടും സക്കീർ ഹുസൈനോടൊക്കെ പറഞ്ഞു, എല്ലാ തീരവും സ്നേഹതീരമല്ലെങ്കിലും പെരുവാതുള്ള സ്നേഹതീരമായി മാറി നിങ്ങളുടെ സ്നേഹതീരം എന്ന സംഘടനയിൽ അതിൻ്റെ പേരുകൊണ്ട് തന്നെ വാസ്തവത്തിൽ എനിക്ക് വളരെ ആകർഷകമായിട്ടുള്ളതാണ്. അതിൻ്റെ മുൻ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ നയനാർ മുഹമ്മദ് സൃഷ്ടിയും ശാസ്ത്രവും, മറ്റൊന്ന് കാലാന്തരം എന്ന നാടകം, ഈ 2 കൃതികൾ രണ്ടും വ്യത്യസ്തമായ കൃതികളാണ്. ഒന്ന് നാടകത്തെക്കുറിച്ച് പറഞ്ഞു. നാടകം ഒരു കാലത്ത് വളരെ ജനകീയമായിരുന്നു. ഇപ്പോൾ നാടകം സിനിമ കാണാൻ തന്നെ ആളുകൾക്ക് താല്പര്യമില്ലാത്ത കാലത്ത് നാടകത്തിന് വേണ്ടിയൊന്നും ആരും മെനക്കെടില്ല. അതാ പറഞ്ഞത്, അതൊരു സാഹസമാണ്. നാടകം നമ്മുടെ പ്രൊഫഷണൽ തിയേറ്ററുകൾ അല്ലെങ്കിൽ അമച്ചർ തിയേറ്ററുകൾ, നാടക സംഘങ്ങൾ പോലും പഴയതുപോലെ ക്ഷേത്ര ഉത്സവത്തിനും മറ്റു സ്ഥലങ്ങളിലും നാടകം കളിക്കാത്തൊരു കാലത്ത് ഒരു നാടക കൃതി അദ്ദേഹത്തിനുള്ള അഭിനിവേശമാണ്. ശ്രീ നയനാർ മോഹന് നാടകം എഴുതുകയും അതിൽ അഭിനയിക്കുകയും അത് വളരെ കാലം ഒരു നാടക പ്രവർത്തകനായി അഭിനേതാവായുള്ള അതിൻ്റെ അനുഭവത്തിലാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം തെളിയിക്കുന്ന ഒരു കൃതിയാണ് ഈ നമ്മുടെ സൃഷ്ടിയും ശാസ്ത്രവും. ഞാൻ ആദ്യം വിചാരിച്ചു ഒരു ശാസ്ത്ര വിഷയങ്ങളിൽ ബിരുദമോ അല്ലെങ്കിൽ ബിരുദാനന്ദ ബിരുദമോ ആളായിരിക്കും. പിന്നെ അന്വേഷിക്കുമ്പോഴാണ് അദ്ദേഹം വായനയിലൂടെയാണ്, തമ്പാൻ പറഞ്ഞതുപോലെ വായനയിലൂടെ അദ്ദേഹത്തിൻ്റെ പരന്ന വായന, അതിലൂടെയാണ് ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം ഗ്രഹിച്ചിട്ടുള്ളത്. ഈ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുസ്തകമാണ് ഈ നേരത്തെ KPCC പ്രസിദ്ധീകരിച്ച ആ പുസ്തകം. അന്ന് എനിക്ക് പ്രകാശനം ചെയ്യാൻ പ്രസിഡന്റ് എന്നുള്ളതിലേക്ക് അവസരം കിട്ടി. മതാന്തത സൃഷ്ടിക്കുന്ന, മതാന്തത തകർക്കുന്ന ജനാധിപത്യം. അന്ന് അത് വർഷങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ച ആ പുസ്തകം ഇന്നും പ്രസക്തമാണ്. കാരണം ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണി ഇപ്പോൾ എല്ലാവർക്കും അറിയാൻ വർഗീയതയാണ്. മതാന്തത തകർക്കുന്ന ജനാധിപത്യത്തെക്കുറിച്ച് അദ്ദേഹം എഴുതി. ആ പുസ്തകമൊക്കെ ഞാൻ മുഴുവൻ വായിച്ചിട്ടാണ് വന്നത്. ഇന്ന് വായിച്ചു എന്ന് പറയുന്നത് അസത്യമായതുകൊണ്ട് ഓടിച്ചു വായിച്ചു എന്ന് പറയുന്നതാണ് സത്യം. അതുകൊണ്ടാണ് ഞാൻ ഡോക്ടറെ കൂടെ തമ്പാനോട് ആദ്യം പുസ്തക പരിചയം അല്ലെങ്കിൽ അവതരണം കൂടി നടത്താൻ പറഞ്ഞത്. പക്ഷേ ഡോക്ടറെ സംസാരിക്കാൻ എനിക്കൊരു കാര്യം മനസ്സിലായി, അദ്ദേഹം അത് മുഴുവൻ വായിച്ചിരിക്കും. സമയമില്ലാത്ത സമയത്ത് അദ്ദേഹം സത്യത്തിൽ കഴിഞ്ഞ 2-3 ദിവസമായുള്ള പല പരിപാടികൾക്കിടയിൽ ഞാൻ വായിക്കാൻ വേണ്ടി എടുത്തു വച്ചതാണ്. പക്ഷെ ഓടിച്ച് വായിക്കാൻ കഴിയും. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. 23 ചാപ്റ്ററിലായിട്ട് ഈ എന്താണ് ശാസ്ത്രം, ബിഗ് ബാങ് തിയറി, സമാന്തര പ്രപഞ്ചം, അതുപോലെ തന്നെ ചൊവ്വയിൽ ജീവനുണ്ടോ എന്ന് തുടങ്ങി ഏറ്റവും വലിയ ലോകപ്രശസ്തരായ നമ്മുടെ ശാസ്ത്രജ്ഞരായിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റീൻ പരിണാമ സിദ്ധാന്തത്തിൽ അവരെ ഡാർവിനെക്കുറിച്ച് പറയുന്നു. പ്രമുഖരായ ശാസ്ത്രജ്ഞന്മാർ ശാസ്ത്രത്തിൻ്റെ പുരോഗതിയിലുണ്ടായിട്ടുള്ള വലിയ ദുരന്തങ്ങൾ, അതിലൊന്നാണ് ഷെർലോക്കിൻ്റെ ദുരന്തം, അതുപോലെ ടൈറ്റാനിക് കപ്പൽ അപകടം. ഇതൊക്കെ വളരെ മനോഹരമായി വളരെ ഡീപ്പായിട്ട് തന്നെ അദ്ദേഹം എഴുതിയിരിക്കുന്നു. പക്ഷെ തമ്പാൻ്റെ ആമുഖത്തിൽ ഒരു വസ്തുത എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകം എന്താണെന്ന്, ഈ പുസ്തകം പ്രപഞ്ചവും പ്രപഞ്ച നിയമങ്ങളും എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന് അദ്ദേഹം യുക്തിസഹമായും ശാസ്ത്രീയമായും സ്ഥാപിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം എന്നുള്ളതാണ് ഈ പുസ്തകത്തിലുള്ള ഏറ്റവും വലിയ സവിശേഷത. യുക്തിവാദികൾ
പ്രപഞ്ച തമ്പാൻ എല്ലാ മതങ്ങളിലുമുള്ള ഋഗ്വേദത്തെക്കുറിച്ച് പറഞ്ഞു, ഖുറാനിലുണ്ട്, ബൈബിളിലുണ്ട്. പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായത്? ശാസ്ത്രം പറയുന്നത് വലിയ വിസ്ഫോടനത്തിലൂടെയാണ് പ്രപഞ്ചം ഉണ്ടായത്. തമ്പാനോടെ വിശദീകരിച്ചു. ഓംകാരം, ആദിയിൽ വചനമുണ്ടായി, പിന്നെ അത് രൂപമായി, അങ്ങനെ ഉണ്ടായിട്ടുള്ള ഓരോ മതവും ഓരോ മത സംഹിതകളും ഉണ്ടായതിനെക്കുറിച്ച് പറഞ്ഞു. ഇസ്ലാം നമ്മൾ വിശ്വസിക്കുന്നതാണ്. സർവശക്തനായ ദൈവം അല്ലാഹുവാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്. എല്ലാം സൃഷ്ടിച്ചിട്ട് അവസാനമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതല്ലേ. അപ്പോൾ ഇവർക്ക് വേണ്ടതെല്ലാം സൃഷ്ടിച്ചു. അപ്പോൾ പ്രപഞ്ചം എന്ന് പറയുന്നത് സ്വയംഭൂവായി ഉണ്ടായിട്ടുള്ളതല്ല. അതിനൊരു സൃഷ്ടാവുണ്ട്. അതിനെ നിയന്ത്രിക്കുന്ന ഒരു സൃഷ്ടാവ് അതുണ്ടെന്നുള്ളതാണ് സത്യം. അത് തന്നെ ശാസ്ത്രജ്ഞന്മാർ രണ്ട് തരത്തിൽ അഭിപ്രായം പറയുന്നുണ്ട്. അതിനകത്ത് അദ്ദേഹം ഈ ഐൻസ്റ്റീൻ്റെ ഒരു കൊട്ടേഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്, തമ്പാൻ കൊടുത്തിട്ടുണ്ട്. മതമില്ലാത്ത ശാസ്ത്രം മുടന്തനാണെന്നും ശാസ്ത്രമില്ലാത്ത മതം അന്ധനാണെന്നും ആണ് ഡോക്ടർ ഐൻസ്റ്റീൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ദൈവം നമുക്ക് നൽകിയിട്ടുള്ള മനോഹരമായ ജീവിതം ശാസ്ത്രത്തിൻ്റെ പുരോഗതിയിലൂടെ തകർക്കപ്പെടുന്നു. അതാണ് ചെർണോബിലുണ്ടായ സംഭവം. അത് വാസ്തവത്തിൽ ഇപ്പോൾ ഏറ്റവും നമ്മൾ അവസാനം കണ്ട കൊറോണയെക്കുറിച്ച് പറയുന്നത് ശരിയാണ്. കാരണം ഈ കൊറോണ എന്ന് പറയുന്നത് അതൊരു അധ്യായമുണ്ട്. ഈ മനുഷ്യൻ വളരെ അജയ്യനാണ്, എല്ലാത്തിനെയും അതിജീവിക്കാൻ കഴിവുള്ളവനാണെന്നുള്ള അഹങ്കാരം നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് പോയത് കൊറോണ വന്നപ്പോഴാണ് അല്ലേ. മനുഷ്യൻ ഒരു ചെറിയ ഒരു കൃമി, എന്താണ് അദൃശ്യമായ ഒരു കൊറോണ എന്ന കൃമി നമ്മുടെ മനുഷ്യൻ്റെ ജീവിതത്തെ എത്രമാത്രം തകർത്തു. അപ്പോഴാണ് മനുഷ്യൻ്റെ അധാർമികതയ്ക്കും അഹങ്കാരത്തിനുമുള്ള ദൈവശിക്ഷയാണ് എന്ന് തമ്പാനും അദ്ദേഹം എഴുതി. യഥാർത്ഥത്തിൽ അതാണ് അധാർമികതയ്ക്കുള്ള, അതുപോലെ തന്നെ നമ്മുടെ അഹങ്കാരത്തിനുള്ള ഒരു ദൈവശിക്ഷയാണ് ഈ കൊറോണയിലൂടെ നമ്മുടെ മുമ്പിൽ വന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ തെളിയിക്കുന്നത് എന്താ? ശാസ്ത്രീയമായ വസ്തുതകൾ ഉന്നയിച്ചുകൊണ്ട് ശാസ്ത്രജ്ഞന്മാരുടെ ഔദ്ധരണികളിലൂടെ നൈനാർ മുഹമ്മദ് സ്ഥാപിക്കുകയാണ്. അദ്ദേഹം അടിയുറച്ചൊരു ദൈവവിശ്വാസിയാണെന്നുള്ള കാര്യം പുസ്തകം വായിക്കുന്നില്ല, അവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഈ ആത്മീയതയും തമ്പാ പറഞ്ഞത് ശരിയാണ്, ആത്മീയതയും ശാസ്ത്രവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു വളരെ പ്രൗഢഗംഭീരമായ പുസ്തകമാണ് സൃഷ്ടിയും ശാസ്ത്രവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നാടകം പിന്നെ തീർച്ചയായിട്ടും നാടകത്തെക്കുറിച്ച് നമ്മുടെ ജീവിതത്തെ തന്നെ അതേപടി നാം പ്രതിഫലിപ്പിക്കുന്നതാണ് നാടകങ്ങൾ. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നാടകത്തിൽ. അപ്പോൾ ഒരു നാടക കലാകാരനുമായ ആൾ 35 കൊല്ലത്തെ പ്രവാസ ജീവിതത്തിനിടയ്ക്കിൽ അദ്ദേഹത്തിൻ്റെ വായനയിലൂടെ അദ്ദേഹം നേടിയെടുത്ത അറിവ്. സാധാരണഗതിയിൽ ഈ ശാസ്ത്രഗ്രന്ഥം എഴുതുക, തമ്പാൻ പറഞ്ഞല്ലോ, അത്ര എളുപ്പമുള്ള കാര്യമല്ല. നോവൽ എഴുതാം, കഥ എഴുതാം, നല്ല വാസനയുള്ള ഇവിടെ പലരും കവികളുണ്ട്, കവിത എഴുതാം. ഇതെല്ലാം എഴുതാൻ അവർ നൈസർഗികമായ കഴിവുകളുള്ളവർക്ക് സാധിക്കും. പക്ഷേ എന്തെല്ലാം കഴിവുണ്ടെങ്കിലും ഒരു ശാസ്ത്രഗ്രന്ഥം എഴുതാൻ അഗാധമായ അറിവ് വേണം, ആ അറിവ് നേടണം. അതും ശാസ്ത്ര വിഷയങ്ങളെക്കുറിച്ച് അങ്ങനെ പഠിച്ച് ഇങ്ങനെ ഒരു ഗ്രന്ഥം എഴുതിയ ശ്രീ നൈനാർ മുഹമ്മദിനെ അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ 2 പുസ്തകങ്ങൾ, ആ പുസ്തകം പ്രകാശനം ചെയ്യാൻ എന്തുകൊണ്ടും അർഹരായിട്ടുള്ളവരാണ്. വൈദ്യശാസ്ത്ര രംഗത്ത് ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന അതിപ്രഗത്ഭരായിട്ടുള്ള ഒരു ഡോക്ടർ, പ്രസാധന രംഗത്ത് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച തമ്പാൻ. അപ്പോൾ അദ്ദേഹം ഡോക്ടർ സാദുള്ളയുടെ കയ്യിൽ നിന്ന് തമ്പാൻ ഏറ്റുവാങ്ങിയതോടുകൂടി ശ്രീ നൈനാർ മുഹമ്മദിൻ്റെ പുസ്തകങ്ങൾക്ക് കൂടുതൽ ഒരു അംഗീകാരവും പ്രശസ്തിയും ലഭിച്ചിരിക്കുന്നു എന്നുകൂടി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ചെയ്യും.